കണ്ടോ ഗായ്സ്, ഈ ഒരു ലുക്ക് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടാവും. ശരിയാണ്, തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഗായ്സ്. ഇൻസ്റ്റൻ്റായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ കുക്ക് ചെയ്യുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ചെയ്ത് കാണാൻ പറ്റും. കുറച്ചും കൂടി ഡാർക്കറായിട്ട് ഇരിക്കുന്നവർ എന്ന് വെച്ചാൽ ഈ സൺ ടാനൊക്കെ അടിച്ചിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഡാർക്കൊക്കെ ആയിട്ട് ഇരിക്കില്ലേ, അങ്ങനെയുള്ളവർക്കാണ് നല്ല റിസൾട്ട്. ഈ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ശരിക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ വെയിലടിച്ചിട്ട് കൈ കരിക്കട്ട പോലെ ഇരിക്കും. എൻ്റെ കൈയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു പാക്ക് ഇട്ടിട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നെ അടിപൊളി റിസൾട്ടായിരുന്നു. അപ്പോൾ ഇത് ഒറ്റ തവണ കൊണ്ട് ചിലവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ഒരാഴ്ചയിൽ 3 തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു 1 മന്ത് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിലാണല്ലോ അടിപൊളി തന്നെ ആയിരിക്കും. പക്ഷേ അതിനു മുന്നൊക്കെ തന്നെ നല്ല ഫസ്റ്റ് ടൈം തന്നെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ പിന്നെ 1 വീക്കൊക്കെ യൂസ് ചെയ്താൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും വലിച്ചു നീട്ടലില്ലാണ്ട് ഈ വീഡിയോയിലേക്ക് ഇങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ സ്കിൻ ബ്രൈറ്റനിങ് പാക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ അളവിലാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ടാണ് 4 സ്പൂൺ എന്നുള്ളത് തോന്നിച്ചത്. അപ്പോൾ നമ്മുടെ ഫേസിൽ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കാലിലോ കയ്യിലോ അങ്ങനെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈ അരിപ്പൊടിയുടെ ക്വാണ്ടിറ്റി കൂട്ടാം നമുക്ക്. ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ഹണിയാണ് കേട്ടോ. നമ്മുടെയൊക്കെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഹണിയോ ലെമണോ കേടോ അങ്ങനെ എന്ത് വേണേലും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് 3ഉം കൂടി മിക്സ് ചെയ്തും ഇതിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ശരിക്കും ഇതിൻ്റെ കുറച്ചും കൂടി ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഹണി ആഡ് ചെയ്യുന്നത്. ഓയിലി സ്കിൻ ആണെങ്കിൽ ലെമൺ ആഡ് ചെയ്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ താരമായ ബീട്രൂട്ട് ജ്യൂസ് ആണ് ആഡ് ചെയ്യുന്നത്. ഈ ബീട്രൂട്ട് ജ്യൂസ് ആണ് ശരിക്കും നമ്മുടെ ഈ സ്കിൻ ഇങ്ങനെ ബ്രൈറ്റൻ ആവാൻ വേണ്ടി ഈ ഒരു പാക്കിൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ അരിപ്പൊടി വേഗം കുറുകിപ്പോവും. അതുപോലെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ വേഗം ഡ്രൈ ആയി പോവുകയും ചെയ്യും അരിപ്പൊടി ആയതുകൊണ്ട്. അപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാവുമ്പോഴത്തേക്കും കറക്റ്റ് അരമണിക്കൂർ ഇരുന്ന് സെറ്റായി കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതുപോലെ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ സ്ക്രബ് ചെയ്യത്തില്ലേ, ആ ഒരു മെത്തേഡിൽ നല്ലപോലെ സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നാലാണ് നമ്മുടെ ഫേസിലെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് കിട്ടുള്ളൂ. എന്നാലാണ് ഈ ബീട്രൂട്ടിൻ്റെയും അരിപ്പൊടിയുടെയും ഹണിയുടെയും ഒക്കത്തിൻ്റെയും എഫക്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തളത്തിലേക്ക് ഇറങ്ങി ചെല്ലത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷനുള്ള ഏരിയകൾ, അതുപോലെ ഡാർക്ക് സ്പോട്ട്സ്, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിന്നെ ഡെഡ് സെൽസ്, ഇതൊക്കെ നമ്മുടെ ഫേസിൽ നിന്ന് മാറ്റി നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ നല്ല ബ്രൈറ്റനായിട്ടുള്ള സ്കിന്ന് കിട്ടുന്ന 100% ഷുവറാണ്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ ഇത് ഓൾസോ ഫേസ്, നെക്ക്, അതുപോലെ കൈയും കാലും അവിടെയൊക്കെ നമ്മുടെ ശരിക്കും കയ്യിലൊക്കെ ഈ 2 വീലറൊക്കെ എനിക്ക് ഓടിക്കുന്നതുകൊണ്ട് കൈയൊക്കെ കരിക്കട്ട പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറി നല്ല വൈറ്റനായിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടോ. അപ്പോൾ നമ്മളിത് നെക്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും നെക്കിലും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫേസ് നമുക്ക് വാഷാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് വാഷ് ചെയ്യണ നേരത്തും ജസ്റ്റ് ഫേസും അതുപോലെ കൈയും എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അത് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. എന്നാലാണ് നമ്മുടെ ആ ഡെഡ് സെൽസും ഒക്കെ ഇളകി ഒന്നും കൂടി സ്കിന്ന് കുറച്ചും കൂടി പോഴ്സൊക്കെ ഓപ്പൺ ആയി നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ. അതിനൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്, അതെനിക്കിപ്പോൾ കിട്ടണില്ല ഗൈസ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മസാജൊക്കെ ചെയ്ത് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. കണ്ടോ ഗായ്സ്, ഈ ഒരു ലുക്ക് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. കണ്ടോ എന്തോരം എൻ്റെ ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ടെന്ന് നോക്കുക ഗൈസ്. ഇതിന് മുന്നത്തെയും നേരത്തെയും ഒന്ന് നോക്കുക ഗൈസ്. അടിപൊളിയായിട്ട് നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അതുപോലെ നല്ല ബേബി സ്കിൻ പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം ഞാൻ സ്ക്രബ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഗൈസ്. എന്തായാലും ഈ ഒരു ഫേസ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കൈ കരിക്കട്ട പോലെയാണ് ഇരുന്നത്. പക്ഷേ ഈ ഒരൊറ്റ യൂസ് ചെയ്ത് തന്നെ കൈക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും വണ്ടർ അടിച്ചു ഈ ഒരു റിസൾട്ട് കണ്ടിട്ട്. എന്ന് പറഞ്ഞാൽ അതുപോലെ
അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും നല്ല ബ്രൈറ്റനായിട്ട് ഇരിക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പോകാൻ നമ്മൾ ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു പാക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഗതി പൊളി പൊളിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് 100ൽ 200 സക്സസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും 100% ഞാൻ ഗ്യാരണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അതുപോലെ അടിപൊളി റിസൾട്ട്. ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് കണ്ടപ്പോൾ ഇത് ഞാൻ തന്നെയാണോ, എൻ്റെ ഫേസ് തന്നെയാണോ എന്നൊക്കെ ഓർത്തുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ടാണ്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാലാണ് ഇനിയുള്ള വീഡിയോസ് കിട്ടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഒരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.